കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിലെ തൃക്കാർത്തികയ്ക്ക് മഹാപ്രസാദമൂട്ട് വളരെ പ്രസിദ്ധമാണ്. തൃക്കാർത്തികയ്ക്ക് തലേന്നാൾ തന്നെ പ്രസാദമൂട്ടിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയായി. പ്രസാദമൂട്ടിനുള്ള പച്ചക്കറികൾ എല്ലാം അരിയുന്ന ചടങ്ങ് തൃക്കാർത്തികയ്ക്ക് തലേന്നാൾ തന്നെ ആരംഭിക്കും. ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഈ ഒരുക്കത്തിൽ പങ്കുചേരുന്നു. ഇപ്രാവശ്യം 60,000-ഓളം ആളുകൾക്കുള്ള പ്രസാദമാണ് തയ്യാറാക്കുന്നത്. പച്ചക്കറികളെല്ലാം വൈകുന്നേരത്തോടെ അരിഞ്ഞു തീരും. വളരെ ഉത്സാഹത്തോടും സന്തോഷത്തോടും കൂടിയുമാണ് ഇവർ ഇത് ചെയ്യുന്നത്. രമാവാണിസം സേവിത സകലേ രമാവാണിസം സേവിത സകലേ രമാവാണിസം സേവിത സകലേ. ആഹാരം പാചകം ചെയ്യുന്നതിനുള്ള പാത്രമാണിത്. സേവിത സകലേ രാജരാജേശ്വരി രാമ സഹോദരി രാജരാജേശ്വരി രാമ സഹോദരി സാസനി നിന്നിത പാപമഗ ഗമ ഗമ പനിമ. രാത്രി 7 മണിയോടെ അരിഞ്ഞ സാധനങ്ങൾ വൃത്തിയായി കഴുകി പാചകം ആരംഭിക്കുകയായി. അരി വയ്ക്കുന്ന സ്ഥലമാണിത്. 10ഓളം അടുപ്പുകളിലാണ് അരി വയ്ക്കുന്നത്. രാത്രിയിൽ തന്നെ കറികൾ വെച്ച് തുടങ്ങും. കരണീയം അമ്മേ ആപദിക്കും കരണീയം. കാപ്പുകെട്ടി കാർത്തിക നാൾ കുടിരുപ്പായി ദേവി ദീപങ്ങൾ ഹാരങ്ങളായി. സന്ധ്യാസമയത്ത് ദേവീക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നു. കാപ്പുകെട്ടി കാർത്തിക നാൾ കുടിരുപ്പായി ദേവി ദീപങ്ങൾ ഹാരങ്ങളായി. പൂരം നാൾ പൊങ്കാല മൺകലങ്ങളിൽ നിത്യം ദേവി നിനക്കായി സങ്കൽപ്പ പൂജകൾ ചെയ്യുന്നു മംഗമാർ. മൺകലങ്ങളിൽ നിത്യം ദേവി നിനക്കായി സങ്കൽപ്പ പൂജകൾ ചെയ്യുന്നു മംഗമാർ. ആപദിക്കും കരണീയം അമ്മേ ആപദിക്കും കരണീയം. ക്ഷേത്രത്തിൻ്റെ 3 സ്റ്റേജുകളിലായി വിവിധ കലാപരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്തെ സ്റ്റേജാണിത്. അർജുനൻ പിന്നെ തന്നോട് തന്റെ കാൽക്കൽ വീഴും. പിന്നെ അർജുനനോട് എനിക്കൊന്നും പറയാനും പറ്റില്ല. ഉപദേശിച്ചാ പോരാ, അനുഭവമാക്കണത്. ചിലവരോട് ഉപദേശിച്ച അവര് എന്റെ ഉപദേശം ഒന്നും എന്റെ അടുത്ത് വേണ്ട. ആ രൂപം മറിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു കാട്ടാളന്റെ വേഷം. കാട്ടിലേക്ക് പോവല്ലേ? കാട്ടിൽ കാണുന്ന തരത്തിലുള്ള പല പുഷ്പങ്ങളുണ്ടല്ലോ, ശംഖപുഷ്പം അങ്ങനെ തുടങ്ങിയിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ടുള്ള മാല. രാവിലെ മുതൽ തുടങ്ങുന്ന കലാപരിപാടികളാണ്. ഇങ്ങനെ കലാപരിപാടികൾ ഓരോന്നായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള വേദിയാണ്.
ഇത് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള വേദിയാണ്. രാത്രി 11 മണി വരെ ഭക്തജനങ്ങളുടെ തിരക്കാണിവിടെ. തൃക്കാർത്തിക ദിനത്തിലെ ദേവീക്ഷേത്രത്തിലെ എഴുന്നള്ളത്താണ് ഈ നടക്കുന്നത്. ഇപ്രാവശ്യം 3 പിടിയാനകൾ മാത്രമാണ് ഉള്ളത്. തൃക്കാർത്തിക ദിനത്തിലെ മഹാപ്രസാദമൂട്ടിനുള്ള ക്യൂ ആണിത്. ചോറ് വേവിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഭക്തർ ക്യൂ നിന്ന് ദേവിയുടെ അനുഗ്രഹത്താലുള്ള പ്രസാദം വാങ്ങിച്ച് കഴിക്കുന്നു. ചില ഭക്തർ ഭക്ഷണം വാങ്ങി വീട്ടിൽ കൊണ്ടുപോകുന്നു. ദ്രവ്യം കൊടുത്തോ വസ്ത്രം കൊടുത്തോ മറ്റു സുഖസൗകര്യം നൽകിയോ ഒരാളെയും തൃപ്തിപ്പെടുത്തുവാൻ പറ്റില്ല. ദേവീ സന്നിധിയിൽ എത്തിച്ചേരുന്ന ഓരോ ഭക്തനും അല്ലെങ്കിൽ ഭക്തയ്ക്കും ദേവിയോട് ഒരുപാട് ആവശ്യങ്ങൾ പറയുവാൻ ഉണ്ടാകും. അതൊന്നും ആ സമയം ദേവിക്ക് നിറവേറ്റുവാൻ സാധിച്ചെന്ന് വരില്ല. സമ്പന്നർ പാവപ്പെട്ടവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്തു വരുന്ന ഒരു മഹനീയ കാര്യമായിട്ടാണ് സദ്യകൾ തുടങ്ങിയിട്ടുള്ളത്. വയറു നിറയെ ആഹാരം കൊടുത്താൽ പുണ്യം കിട്ടും എന്നത് നമ്മളിലുള്ള ഒരു വിശ്വാസമാണ്. ദേവാലയത്തിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണം ഭക്തർക്ക് പ്രസാദമാണ്. ദേവാലയത്തിൽ നിന്നും കഴിക്കുന്ന പ്രസാദം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായി കരുതി വരുന്നു. വയറ് നിറയെ ആഹാരം കഴിച്ച് വിശപ്പ് അടക്കുന്നതിനോടൊപ്പം ദേവിയുടെ അനുഗ്രഹം ലഭിച്ച നിർവൃതിയോടെ ഭക്തർ ക്ഷേത്രത്തിൽ നിന്നും വിടവാങ്ങുന്നു. ക്ഷേത്ര ചടങ്ങുകൾ ദേവീ സന്നിധിയിൽ നടന്നു വരുന്നു. രമാവാണിസം സേവിത സകലേ രമാവാണിസം സേവിത സകലേ രാജരാജേശ്വരി രാമ സഹോദരി രാജരാജേശ്വരി. തൃക്കാർത്തിക ദിനമായ വൈകുന്നേരത്തെ ദൃശ്യമാണിത്. ക്ഷേത്രത്തിന് മുൻവശമാണിത്. തൃക്കാർത്തിക വിളക്കാണ്. ആത്മാവിൻ അഭിഷേകമാനന്ദ പൊരുളേ ആപദിക്കും കരണീയം അമ്മേ ആപദിക്കും കരണീയം. കാപ്പുകെട്ടി കാർത്തിക നാൾ കുടിരുപ്പായി ദേവി ദീപങ്ങൾ ഹാരങ്ങളായി പൂരം നാൾ പൊങ്കാല. കാപ്പുകെട്ടി കാർത്തിക നാൾ കുടിരുപ്പായി ദേവി ദീപങ്ങൾ ഹാരങ്ങളായി പൂരം നാൾ പൊങ്കാല. മൺകലങ്ങളിൽ നിത്യം ദേവി നിനക്കായി സങ്കൽപ്പ പൂജകൾ ചെയ്യുന്നു മംഗമാർ. മൺകലങ്ങളിൽ നിത്യം ദേവി നിനക്കായി സങ്കൽപ്പ പൂജകൾ ചെയ്യുന്നു മംഗമാർ. ആപദിക്കും കരണീയം അമ്മേ ആപദിക്കും കരണീയം അമ്മേ. സ്മ
നൃത്തമാണിത്. നൃത്തത്തിൻ്റെ വേഷവിധാനം നല്ല ഭംഗിയാണ് കാണാൻ. ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഒക്കെ ദീപങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഹിമഗിരി തനയേ മലദേ അമ്പ ഹിമഗിരി തനയേ ഹേ മലദേ അമ്പ ഹിമഗിരി തനയേ ഹേ മലദേ അമ്പ ഹിമഗിരി തനയേ ഹേ മലദേ അമ്പ ഈശ്വരി ശ്രീലളിതേ. ഇന്ന് രാത്രിയുള്ള ആറാട്ടോടെ കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം സമാപിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കുമാരനെല്ലൂർ ദേവി ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഇട്ടിട്ടുണ്ട്.